ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടിയുടെ ഹെഡ് ഡീകാർബണൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹെഡ് ഡീകാർബണൈസിങ് കൂടാതെ നമുക്ക് ഇതിവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ചെറിയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഈ കോയിൽ അസംബ്ലിയുടെ പവർ ഫെയിലിയർ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടല്ലോ. ഈ സ്റ്റാർട്ടർ കോയിൽ അത് നമുക്ക് ശരിക്കും HT കോയിൽ തന്നെ പറയാം, ഹൈ ടെൻഷൻ കോയിലാണത്. അത് ശരിക്കും നമുക്ക് ഡീകാർബണൈസിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന വർക്കല്ല, അതിന് പുറമെ വന്നാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിനോട് സപ്പോർട്ടിങ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അതുകൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്കിപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. സെൽഫ് എടുക്കാനുള്ള കംപ്ലയിൻറ്റ് കാണിക്കാമെന്ന് വെച്ചാൽ ബാറ്ററിയുടെ ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഇതും ഇരിക്കുന്ന ബാറ്ററി 2021 അതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ വന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു 3 വർഷം പഴക്കമുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോൾട്ട് 12 വോൾട്ടാണ്. 12.64 12 വോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓൾറെഡി 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ വോൾട്ട് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. പക്ഷേ നമുക്ക് ടെസ്റ്റ് ലോഡിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ, ലോഡ് ടെസ്റ്റ് നമ്മൾ നടത്തുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ചാലും ഇപ്പോൾ ഓൾറെഡി ചാർജ് ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ആംബിയർ കറക്റ്റായിട്ട് കിട്ടണില്ല. അപ്പോൾ നമ്മൾ ഫുൾ ചാർജിലേക്ക് ഇട്ടിട്ട് നമ്മൾ ലോഡ് ചെയ്ത് കയറ്റി വെച്ചാലും സെൽഫ് അടിച്ച് ഒരു 2-3 അടിയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഡൗൺ ആയി പോവാണ്. അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഇപ്പം നിലവിൽ കിക്കർ അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടാവും, അതിന് വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ആ ഹെഡുമായി ബന്ധപ്പെട്ടുള്ള കരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓൾറെഡി ടൈറ്റ് കാണിക്കുന്നുണ്ട്. ഈ സൈഡിൽ നോക്കുമ്പോൾ അതിൻ്റെ ചില സൈഡിലേക്ക് ഇങ്ങനെ ഹാൻഡിൽ തിരിയുന്ന സമയത്ത് ഇച്ചിരി റേസിങ് പോലെ വരുന്നുണ്ട്. ആരംഭമാണ്. അപ്പോൾ വേണമെങ്കിൽ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ മാറ്റിയിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന വർക്ക് അതാണ്. അപ്പോൾ അത്രയും ഭാഗം ക്ലിയറായി പോകും. ബാറ്ററി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് എപ്പോഴും നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കും. ബാറ്ററി മാറ്റി വെച്ചാൽ തന്നെയാണ് അത് കറക്റ്റ് ആവുള്ളൂ. ആക്സിലേറ്ററിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും കേബിൾ ഔട്ടർ വലിഞ്ഞാകുന്നതുകൊണ്ട് പിന്നീട് നമുക്കത് എന്തെങ്കിലും അഴിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ കൂട്ടത്തിൽ വേണമെങ്കിൽ അതും കൂടി അഴിച്ച് മാറ്റാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഇടാം. ഇപ്പോൾ അയക്കണ എമൗണ്ട് പറയാം. അതനുസരിച്ചിട്ട് ബാക്കിയിട്ട് നമുക്ക് ബാറ്ററിയും ആക്സിലേറ്റർ കേബിളും കൂടി വരുമ്പോൾ എത്ര വരും എന്നുള്ള ദിവസം അതും കൂടി നോക്കിയിട്ട് പറയാം. അപ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.